My name is Archana and I'm currently working as a Python trainer at Marklands Infotech. ഇന്ന് നമുക്ക് ഒരു 3 ടോപ്പിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് AI, ML ആൻഡ് DL. സോ AI എന്ന് പറയുന്ന ഒരു ടോപ്പിക് കുറച്ച് ഫെമിലിയർ ആയിരിക്കും. ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ? നമ്മളിപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ ഒത്തിരി കേൾക്കുന്ന ഒരു പേരാണ് AI എന്നുള്ളത്. അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്സ് ആണ് ML ആൻഡ് DL, മെഷീൻ ലേണിംഗ് ആസ് വെൽ ആസ് ഡീപ്പ് ലേണിംഗ്. ഓക്കെ, സോ എന്താണ് AI, എന്താണ് ML, എന്താണ് DL എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. സോ ഒത്തിരി പേർക്കുള്ളൊരു ഡൗട്ടാണ് AI, ML, DL ഇത് മൂന്നും ഒന്നല്ലേ എന്ന്. ബട്ട് അല്ല, ഇതിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ 3 ടോപ്പിക്സും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ബട്ട് ദേ ആർ റിലേറ്റഡ്. അപ്പോൾ നമുക്ക് ആദ്യം AI എന്താണെന്ന് ചെക്ക് ചെയ്യാം. AI എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു മെഷീൻ നമ്മുടെ ഹ്യൂമൻ ഇൻ്റലിജൻസ് മിമിക് ചെയ്യുന്നതിനാണ് നമ്മൾ മെയിൻലി AI എന്ന് പറയുന്നത്. സോ നമ്മുടെ ആക്ഷൻസ് അല്ലെങ്കിൽ ഹ്യൂമൻസ് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അത് ജസ്റ്റ് മിമിക് ചെയ്തിട്ട് അതേപോലെ ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ AI മെഷീൻസ് അല്ലെങ്കിൽ AI എന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറസ് മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രീ ഡിഫൈൻഡ് ഡേറ്റ സെറ്റ് വെച്ച് അനലൈസ് ചെയ്ത് പ്രഡിക്ഷൻസും ക്ലാസിഫിക്കേഷൻസും ചെയ്യുന്നതിനായിരിക്കും നമ്മൾ മെയിൻലി മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, വേറസ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ആ ടേമിൽ തന്നെ നമുക്കുണ്ട്. ഡീപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് CNN, ദാറ്റ് ഈസ് കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്, ഈ ഒരു ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്സിൻ്റെ ഒക്കെ കൺസെപ്റ്റിൽ ഒരുപാട് ഹെവി ആൻഡ് ഡേറ്റാസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. സോ സിമ്പിളായിട്ട് നമുക്ക് ഓരോ എക്സാമ്പിൾസ് വെച്ചിട്ട് എന്താണ് AI, എന്താണ് ML, എന്താണ് DL എന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഈ AI, ML, DL ഇത് മൂന്നും റിലേറ്റഡ് കൺസെപ്റ്റ് ആണ് അല്ലേ? അപ്പം നമുക്ക് ഒന്ന് ഡിഫൈൻ ചെയ്യാം ഇത് എങ്ങനെയാണ് അതിൻ്റെ റിലേഷൻ വരുന്നത് എന്ന്. നമുക്ക് ഓവറോൾ ഒരു ടോപ്പിക്കായിട്ട് AI എടുത്തു കഴിഞ്ഞാൽ AIയുടെ സബ്സെറ്റ് ആയിട്ടാണ് നമുക്ക് മെഷീൻ ലേണിംഗ് വരുന്നത്. അതിൻ്റെ സബ്സെറ്റ് ആയിട്ടായിരിക്കും നമുക്ക് ഡീപ്പ് ലേണിംഗ് വരുന്നത്. ഓക്കെ, സോ ഇത് മൂന്നും ഒന്നല്ല. ഇപ്പം ഞാൻ AI എന്താണെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഹ്യൂമൻസിൻ്റെ ആക്ഷൻസ് ആണ് മെഷീൻസ് മിമിക് ചെയ്യുന്നത്. സോ ഇപ്പം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന സിറി, ഒരു ചാറ്റ് ബോട്ട്, ഇതൊക്കെ നമുക്ക് AIയുടെ അണ്ടറിൽ തന്നെ വരുന്നതാണ്. വേറസ് മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രഡിക്ഷൻസും ക്ലാസിഫിക്കേഷൻസും, ഇപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വെതർ ഫോർകാസ്റ്റിംഗ് അല്ലേ, കാലാവസ്ഥ നിരീക്ഷണം. എങ്ങനെയായിരിക്കും ഒരു കാലാവസ്ഥ നിരീക്ഷകൻ അത് നിരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അത് പ്രഡിക്റ്റ് ചെയ്യണത് എങ്ങനെയായിരിക്കും? ബേസ്ഡ് ഓൺ എ ഡേറ്റാ സെറ്റ് അല്ലേ? നമുക്ക് ഓൾറെഡി ഉള്ള പ്രീ ഡിഫൈൻഡ് ഉള്ള ഡേറ്റാസ് വെച്ചിട്ട് എങ്ങനെയായിരിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ഇയേഴ്സിൻ്റെ ഡേറ്റാസ് എടുത്ത് വെച്ചിട്ടായിരിക്കും ഈ ഒരു ക്ലൈമറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു വെതർ കണ്ടീഷനിൽ റെയിൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റെയിൻ ഉണ്ടാകുമോ ഇല്ലെന്നൊരു പ്രഡിക്ഷനാണ് അവിടെ നടക്കുന്നത്. ദാറ്റ് ഈസ് പ്യുവർലി മെഷീൻ ലേണിംഗ്. ദെൻ ഡീപ്പ് ലേണിംഗ് എന്ന കൺസെപ്റ്റ് ഒക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ CNN, കൺവെൻഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് ഹൈ എൻഡ് ഡേറ്റാസ് ഒക്കെ ഉപയോഗിച്ച് നമുക്കിപ്പോൾ ടെസ്ല അല്ലേ, ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് കാർസ്, സോ ആ ഒരു എൻഡിലോട്ടായിരിക്കും നമുക്ക് ഡീപ്പ് ലേണിംഗ് വരുന്നത്. സോ നമുക്ക് AIയിൽ 3 കോൺസെപ്റ്റ്സ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് വീക്ക് ഇൻ്റലിജൻസ്, നാരോ ഇൻ്റലിജൻസ് എന്ന് നമ്മൾ പറയും. അതേപോലെ തന്നെ ജനറൽ ഇൻ്റലിജൻസ് ആസ് വെൽ ആസ് സൂപ്പർ ഇൻ്റലിജൻസ്. സോ ഇപ്പോൾ നമ്മുടെ കറണ്ട് വേൾഡ് നിൽക്കുന്നത് നാരോ ഇൻ്റലിജൻസ് അഥവാ വീക്ക് ഇൻ്റലിജൻസിലാണ്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയും. ഇപ്പോൾ നമ്മുടെ സോഫിയ അല്ലേ, റോബോട്ട് നമുക്ക് ഫെമിലിയർ ആയിരിക്കും. സോ അതേപോലെ തന്നെ ഇപ്പോൾ ടെസ്ല ആയാലും ഏതായാലും നമുക്കിപ്പോൾ കറൻ്റ്ലി ഒരു വീക്ക് AIയിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. വേറസ് ജനറൽ AI എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും കുറച്ചും കൂടെ നമ്മുടെ ഹ്യൂമൻ ഇമോഷൻസ് ഒക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതുപോലെ ആ ലെവലിലോട്ട് പോകുമ്പോഴായിരിക്കും നമുക്ക് മെയിൻലി ജനറൽ AI വരുന്നത് അല്ലെങ്കിൽ ജനറൽ ഇൻ്റലിജൻസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. വേറെ സൂപ്പർ AI നമുക്കിപ്പോൾ മൂവീസിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ ഹ്യൂമൻ ഇൻ്റലിജൻസിനെ സർപ്പാസ് ചെയ്ത് പോകുന്നതായിരിക്കും സൂപ്പർ AI എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് മെഷീൻ ലേണിംഗിൽ വരുന്ന 3 കൺസെപ്റ്റ്സ് ആണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഓക്കെ, സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആ ടേമിൽ തന്നെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ഡേറ്റാസ് വെച്ച് പ്രെഡിക്റ്റ് ചെയ്യാനോ ക്ലാസിഫൈ ചെയ്യാനോ ഒക്കെ ആയിരിക്കും നമ്മൾ എന്തിനു പറയുന്നത്, സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ആ ടേം പറയുന്ന പോലെ ഒരു സൂപ്പർവിഷൻ, ഒരു ഹ്യൂമൻ്റെ ഹെൽപ്പോടെ ആയിരിക്കും ഒരു മെഷീനത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. വേറെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഡേറ്റാസ് പ്രൊവൈഡ് ചെയ്യും, ബട്ട് മെഷീൻ എന്ത് ചെയ്യണം, അത് സ്വയം പ്രെഡിക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ സിമിലാരിറ്റീസ് വെച്ചിട്ടോ ബാക്കിയുള്ള ഫീച്ചേഴ്സ് വെച്ചോ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഒരു കാര്യം നമുക്ക് സ്വയം പ്രെഡിക്റ്റ് ചെയ്ത് കിട്ടുന്നതിനായിരിക്കും നമ്മൾ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ലേൺ ഫ്രം മിസ്റ്റേക്ക് എന്നാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിന് നമ്മൾ പറയുന്നത്. കാരണം എന്താ, ജസ്റ്റ് നമ്മളൊരു ടാസ്ക് കൊടുക്കും, അതിൻ്റെ ഫൈനൽ ഗോളും കൊടുക്കും, ബട്ട് അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ള കേസൊന്നും നമ്മൾ മെഷീനോട് പറഞ്ഞു കൊടുക്കില്ല അല്ലെങ്കിൽ അവിടെ ഒരു സൂപ്പർവിഷൻ ഉണ്ടാവില്ല. സോ മെഷീൻ എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കൂടെ ആ ഒരു റിസൾട്ടിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ഗോളിലോട്ട് അച്ചീവ് ചെയ്യുന്നതിനാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ AI, ML, DLൻ്റെ ഫങ്ഷണൽ ഏരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ AI, ML, DLും ആപ്ലിക്കബിൾ ആണ്. ലൈക്ക് നമ്മുടെ വോയിസ് റെക്കഗ്നിഷൻ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, ദെൻ അതുപോലെ യൂട്യൂബിലൊക്കെ നമുക്ക് റെക്കമെൻഡേഷൻസ് വരുന്നുണ്ട് അല്ലേ. നമുക്ക് ഓരോരുടെ ഫോണിലും അല്ലെങ്കിൽ ഓരോ മെയിലിലും നമുക്ക് ഡിഫറെൻറ്റ് റെക്കമെൻഡേഷൻസ് ആയിരിക്കും വരുന്നത്. സോ ദാറ്റ് ഈസ് ഓൾ ബേസ്ഡ് അപ്പോൺ ദിസ് AI, ML ആൻഡ് DL. ദെൻ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും അതേപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, കരിയർ, റിസർച്ചസ് ബാക്കി എല്ലാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.